സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വസുന്ധര IPS വളരെ ഗംഭീരമായിട്ട് തന്നെ കേസ് അന്വേഷിക്കുന്നു. ആർക്കും വേണ്ടി പക്ഷ നിൽക്കാതെ, ആരുടെയും പക്ഷത്ത് നിൽക്കാതെ ന്യായത്തിന് വേണ്ടിയിട്ട് ന്യായം കണ്ടുപിടിക്കാൻ, അതായത് നന്ദൻ എന്ത് സംഭവിച്ചു, ഋഷിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവരെയും കൊണ്ടാകുന്ന രൂപത്തിൽ കേസ് അന്വേഷിക്കുന്നുണ്ട്. പ്രഭാവതിയോട് പോലും അവർ ചോദിക്കുന്ന ചോദ്യം പ്രഭാവതിക്ക് തന്നെ ഞെട്ടലുണ്ടാക്കിയിരുന്നു. കാരണം ഒരു മകനെ കാണാനില്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ള ചോദ്യത്തിനു മുമ്പിൽ സിദ്ധാർത്ഥൻ സാർ ഒന്ന് പതറിയെന്ന് തന്നെ പറയാം. കാരണം സിദ്ധാർത്ഥനും ദേവികയും ചേർന്ന് നടത്തിയ നാടകമെല്ലാം നിസ്സാരം പോലെ ഇന്നലെ വന്ന വസുന്ധര IPS മനസ്സിലായി, അല്ലെങ്കിൽ അത് കണ്ടെത്തി പറഞ്ഞു. എന്നാൽ ഇത്രയും നാൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഐസക് സാറിന് ഇതിനെപ്പറ്റി യാതൊരു സൂചന പോലും പറയാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, കെവിനും ഇസബല്ലയ്ക്കും വേണ്ടിയിട്ട് കേസിനെ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതൊക്കെ മനസ്സിലാക്കി കേസിൽ നിന്നും നമ്മുടെ ഐസക് സാറിനെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ഋഷിയാണെങ്കിൽ പ്രകാശിനോട് ഡീല് പറഞ്ഞ് ഒപ്പിക്കുന്നു. മറഞ്ഞിരിക്കുന്ന ചതിയൻ മറ്റാരുമല്ല, ത്യാഗരാജനാണ്. ത്യാഗരാജൻ കളത്തിലിറങ്ങിയിരിക്കുന്നു. അരുന്ധതിയുടെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാവുന്ന ത്യാഗരാജൻ ഋഷിയെ വെറുപ്പിച്ചുകൊണ്ടല്ല, സ്നേഹത്തിൽ അനുനയത്തിലൂടെ പണം എങ്ങനെയെങ്കിലും കൈക്കലാക്കാനാണ് നോക്കുന്നത്. താൻ വെറുമൊരു മണ്ടനാണെന്നുള്ള ആ ഒരു ധാർഷ്ട്യം, അരുന്ധതിയുടെയും CPയുടെയും വിശ്വാസക്കുറവ്, അതൊന്ന് മാറ്റിയെടുക്കാൻ ത്യാഗരാജൻ ഇത്തവണ കളിച്ച കളി അല്പം വിജയിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ അതേസമയം തൻ്റെ മകനെ കണ്ടെത്താൻ അരുന്ധതിയാണെങ്കിൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ദേവിക തന്നെയാണ് ഋഷിയെ കാണാനില്ലാത്തതിൻ്റെ പിന്നിൽ. അപ്പം ദേവിക എങ്ങനെയെങ്കിലും മനസ്സ് വിചാരിച്ചാൽ മാത്രമേ ഋഷിയെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയ അരുന്ധതിയും CPയും അവിടെ ചില പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നുണ്ട് അവർക്ക് പറ്റുന്ന രൂപത്തിൽ. അതേസമയം ഒരു ഭരണപക്ഷത്തിൻ്റെ MLA, മുൻ MLA എന്നുള്ള രൂപത്തിൽ സിദ്ധാർത്ഥൻ സാറും നമ്മുടെ ദേവിക MLAയും വഴിയോരത്ത് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഋഷിയുടെ കൂട്ടുകാർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ദേവികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഋഷിക്ക് എന്ത് സംഭവിച്ചു, ഋഷിയെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്, അത് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തുമ്പോൾ ഒന്നാമത് സിദ്ധാർത്ഥൻ സാറിന് എല്ലാം കൂടി ആലോചിച്ചിട്ട് ആകെ സങ്കടപ്പെട്ടും ദേഷ്യപ്പെട്ടും ഇരിക്കുവാണ്. ഋഷി ജീവിച്ച് ഇരുന്നിട്ടാണ് മരണപ്പെട്ടു എന്നുള്ള രൂപത്തിൽ നാടകം കളിച്ചത്. തൻ്റെ മകനെ കാണാനില്ലാതായിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. അവൻ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതും അരുന്ധതിയും ഋഷിയും അവരെ ചൊല്ലിയാണ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ദേഷ്യത്തിന് സിദ്ധാർത്ഥൻ സാർ ഇത്തവണ തൻ്റെ രാഷ്ട്രീയ ഭാവിയും അതുപോലെ പൊതുജന സേവനവും ഒക്കെ ഒരല്പം മാറ്റി വെച്ചതിന് ശേഷം അവരെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അടികൊണ്ട് അവശരായി അവർ തന്നെ പതറിപ്പോകുന്നു. സിദ്ധാർത്ഥൻ സാറിന് ഇത്രയും ദേഷ്യത്തിൽ അവരാരും കണ്ടിട്ടില്ല. അപ്പോൾ ആർക്കാടാ ഋഷിയെപ്പറ്റി അറിയേണ്ടത്, മര്യാദയ്ക്ക് വാ, മര്യാദയ്ക്ക് മനുഷ്യനെ ജീവിക്കാൻ തമ്മയ്ക്കില്ലേ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം ദേഷ്യപ്പെടുന്നു. അതേസമയം വസുന്ധര IPS മുൻ കേസ് അന്വേഷിച്ച ഐസക് സാറിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. മാത്രമല്ല നന്ദൻ എന്ത് സംഭവിച്ചു എന്നുള്ള ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നന്ദൻ സ്വമേധയാ മറ്റെവിടെയോ മാറി നിൽക്കുന്നു എന്നല്ലേ നിങ്ങൾ ഈ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഐസക് സാറ് പറയുന്നു, അതേ മേഡം. അല്ല, അതിനുള്ള കാരണം എന്താ? ആ കാരണം ഈ കേസ് ഡയറിയിൽ കൊടുത്തിട്ടില്ലല്ലോ, അതെന്താണെന്ന് വ്യക്തമാക്കണം എന്ന് പറയുമ്പം ഐസക് ആണെങ്കിൽ എന്ത് പറയണമെന്നറിയാൻ മേലാതെ പകച്ചു നിൽക്കുന്നുണ്ട്. താങ്കളുടെ മുഖം കണ്ടിട്ട് അല്പം പന്തികേട് തോന്നുന്നുണ്ടല്ലോ, എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പോലെ. സത്യമല്ലേന്ന് വയ്ക്കുമ്പോൾ അത് മേഡത്തിന് വെറുതെ തോന്നുന്നതാ, എനിക്കൊന്നും അറിയില്ല. നന്ദൻ മനഃപൂർവ്വം മറഞ്ഞു നിൽക്കുന്നതാ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചതിന് ശേഷം അവൻ താനേ പുറത്തു വരും. അത് പറയാനുള്ള റീസൺ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് വീണ്ടും വസുന്ധര മേഡം പറയുമ്പോൾ അതിനെപ്പറ്റി തനിക്കറിയില്ലെന്നും പ്രഭാവതി മേഡവും അരുന്ധതിയും തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്നാണ് നന്ദൻ ഇപ്പം മറഞ്ഞു നിൽക്കുന്നത്, അവരെപ്പറ്റി അവരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും വൃത്തി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊന്നും വസുന്ധര മേഡം അദ്ദേഹത്തെ വെറുതെ വിടുന്നില്ല. എന്തായാലും ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ സത്യങ്ങളും വസുന്ധര മേഡം തന്നെ തുറന്നു കൊണ്ടുവരും. കാത്തിരിക്കാം ആ നിമിഷത്തിന് വേണ്ടിയിട്ട്.